നാം എല്ലാം ബലി അർപ്പിക്കുന്നവരാണ്, ബലി അർപ്പകരാണ്. ഈ ലോകത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ ജീവികളും, എല്ലാ സൃഷ്ടിജാലങ്ങളും ഒരർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ബലി അർപ്പിക്കുന്നവരാണ്. അവരുടെ കർമ്മപഥത്തിലൂടെ സഞ്ചരിച്ച് അവരുടെ ജീവിതത്തെ ബലിയാക്കുന്നവരാണ്. നമുക്ക് പഴയ നിയമഗ്രന്ഥത്തിൽ ഇങ്ങനെയുള്ള ബലിയർപ്പങ്ങളെക്കുറിച്ച് ഒത്തിരി ഇടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കായേൻ്റെയും ആബേലിൻ്റെയും ബലി, കായേൻ്റെയും ആബേലിൻ്റെയും ബലി ദൈവത്തിന് ഒരുപോലെ സംപ്രീതി നൽകിയില്ല എന്ന് നമ്മൾ സൃഷ്ടിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആബേലിൻ്റെ ബലി സ്വീകരിക്കുകയാണ് ദൈവം, കായേൻ്റെ ബലി തിരസ്കരിക്കുകയാണ്. അവിടെ നിന്ന് നമ്മൾ വേറൊരു ബലിയർപ്പണം കാണുന്നുണ്ട്, നോഹിൻ്റെ ബലിയർപ്പണം. സൃഷ്ടിയുടെ പുസ്തകത്തിൽ നോഹ് അർപ്പിക്കുന്ന ബലി, നോഹിൻ്റെ ബലി ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു. ജലപ്രളയത്തിൻ്റെ അവസാനം എല്ലാം നശിച്ച് തകർന്ന് ഇല്ലായ്മപ്പെട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മൾ കണ്ടതാണ് കേരളത്തിലെ ഒരു വലിയ ജലപ്രളയം. ആ ജലപ്രളയത്തിന് ശേഷം നോഹ് നാശകൂമ്പാരങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് നോഹ് കൃതജ്ഞതാബലി അർപ്പിക്കുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് അബ്രാഹത്തിൻ്റെ ബലിയാണ്. അബ്രാഹം തൻ്റെ ഏകമകനെ ഇസഹാക്കിനെ ബലിയർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയൊരു സമ്മാനമുണ്ടായിരുന്നു അബ്രാഹത്തിന്, വലിയൊരു വാഗ്ദാനമുണ്ടായിരുന്നു. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, മണൽത്തിട്ടയിലെ കടൽ തീരത്തെ മണൽത്തരികൾ പോലെ നിനക്ക് മക്കളുണ്ടാകുമെന്ന് പറഞ്ഞു അബ്രാഹത്തോട് ദൈവം. ദൈവം തന്നെ ആ വാഗ്ദാനത്തെ ലംഘിക്കുന്നത് പോലെ നമുക്ക് തോന്നും. അബ്രാഹം തൻ്റെ മകനെ ഇസഹാക്കിനെ കൊണ്ടുപോയി ബലിയർപ്പിക്കുന്ന രംഗം, ഇപ്പോഴും ആ രംഗം സജീവമായിട്ട് നമ്മുടെയൊക്കെ വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും പഠിക്കുകയും അറിയുകയും ചെയ്യുന്ന നമുക്കൊക്കെ നമ്മുടെയൊക്കെ മുൻപിലുണ്ട്. ആ അബ്രാഹത്തിൻ്റെ ബലിക്ക് ശേഷം യേശുവിൻ്റെ ബലിയാണ്. യേശുവിൻ്റെ ബലിയും ഈ പഴയ നിയമഗ്രന്ഥത്തിലുള്ള ബലിയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ആബേലിൻ്റെയും നോഹിൻ്റെയും അബ്രാഹത്തിൻ്റെയും ഒക്കെ ബലിയിൽ എന്തെങ്കിലും തരക്കേടുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തെങ്കിലും ഇല്ലായ്മകളെ ആ ബലികളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ബലിയും ബലിവസ്തുവും ബലിപീഠവും ബലിയർപ്പകനുമൊക്കെ വ്യത്യസ്തമായ തലങ്ങളിൽ നമുക്ക് കാണാം. പക്ഷേ യേശുവിൻ്റെ ബലിയിൽ യേശു എന്ന് പറയുന്ന ബലിയർപ്പകനും യേശു എന്ന് പറയുന്ന ബലിപീഠവും യേശു എന്ന് പറയുന്ന ബലിവസ്തുവും സമഗ്രമായിട്ട് ഒന്നിക്കുന്ന അനുഭവം, അതാണ് വലിയ ബലി എന്ന് പറയുന്നത്. ഈ സമഗ്രതയിലാണ് നമ്മൾ ഒരു ബലിയെ കാണേണ്ടത്. ഇല്ലായ്മയും വല്ലായ്മയും ഒന്നുമില്ലാത്ത ഒരു ബലി, സമഗ്രതയിൽ യേശുനാഥൻ അർപ്പിച്ച ബലി, അതാണ് ബലി എന്ന് പറയുന്നത്. ഇതുപോലത്തെ ബലിപീഠങ്ങളും ബലിയർപ്പകരും ബലിവസ്തുക്കളും നമുക്കുണ്ടാവണം. നമുക്ക് വലിയൊരു ബലിയായി തീർന്ന ഒരു വ്യക്തിയെ ഞാൻ പോളണ്ടിൽ ഔഷ്വിറ്റ്സ് എന്ന തടങ്കൽ പാളയത്തിൽ ജീവിക്കുന്ന സ്മരണയായിട്ട് നിലനിൽക്കുന്ന ഒരു വ്യക്തിയുടെ സെല്ലിൻ്റെ മുന്നിൽ പോയി നിന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അവിടെ
എന്നും ജ്വലിക്കുന്ന രീതിയിലൊരു തിരി കത്തിച്ചു വെച്ചിട്ടുണ്ട്. ആ തിരി കണ്ടുകൊണ്ട് അവിടെ ആൾക്കൂട്ടം എല്ലാവരും കൂടെ കൂടി. പക്ഷെ അതിൻ്റെ മുൻപിൽ നിന്നപ്പോഴേ ഞാൻ ഈ വിശുദ്ധിയുള്ള മനുഷ്യനെക്കുറിച്ച് ഒത്തിരി പ്രസംഗിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ആ മനുഷ്യനെ ഓർത്തു. ആ മനുഷ്യന് മരിച്ചത് ഒരു കുടുംബജീവിതക്കാരന് വേണ്ടിയായിരുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ മരണം കടം കൊള്ളുന്നവരും നമുക്കുണ്ട്. അങ്ങനെ ബലിയർപ്പിക്കുന്നവരും നമുക്കുണ്ട്. അവരെ സ്മരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.